എല്ലാവർക്കും കിച്ചൺ ഹണ്ടിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയൊരു റെസിപ്പി ആയിട്ടാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഗീറാണ്. വെറും ഗീറല്ല, ഓറഞ്ച് കൊണ്ട് ഉണ്ടാക്കിയ ഗീറാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ ഒരു 3 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. മൊത്തം 1.5 ലിറ്റർ പാല്. നമുക്കിതൊന്ന് കാച്ചി കുറുക്കിയെടുക്കണം. ഇതുവരെ തീ കത്തിച്ചിട്ടില്ല. നമുക്കിനി അടുപ്പ് ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 15 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാല് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാല് ഇതിവിടെ തിളച്ച് വരാറായിട്ടുണ്ട്. നല്ലതായി തിളച്ച് വരുന്നുണ്ട് പാലിപ്പോൾ. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 9 ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. ഏലക്കപ്പൊടി അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തീ സിമ്മിലിട്ട് വയ്ക്കാം. നമുക്ക് ഈ പാല് നന്നായി കാച്ചി കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഉള്ളതിൻ്റെ പകുതി ആകുന്നത് വരെ ഇതിങ്ങനെ കാച്ചി കുറുക്കിയെടുക്കണം. പാല് വറ്റി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഓറഞ്ചിൻ്റെ പൾപ്പ് എടുത്ത് വയ്ക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3/4 കിലോ ഓറഞ്ചിൻ്റെ പൾപ്പാണ്. ഒരു പാക്കറ്റ് പാലിന് 1/4 കിലോ ഓറഞ്ച്, ആ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ പാൽ എത്ര എടുക്കുന്നോ അതിൻ്റെ പകുതി ആയിരിക്കണം ഓറഞ്ച്. അപ്പോൾ ഇതേ നമ്മുടെ പാല് കുറുകി വറ്റി വന്നിട്ടുണ്ട്. പകുതിയായി, നമ്മൾ വെച്ചതിൻ്റെ പകുതിയായി പാല്. ഇനി നമുക്ക് ഓറഞ്ച് പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തോണ്ടേ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ ഓറഞ്ചിൽ പുളിയൊക്കെ ഉള്ളത് കാരണം ഉടനെ തന്നെ പിരിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് തീ ഉടനെ തന്നെ ഓഫ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ ഓറഞ്ച് എടുക്കാൻ നേരത്ത് ഭയങ്കര പുളിയുള്ള ഓറഞ്ചാണെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ 15 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഓറഞ്ചിന് ഭയങ്കര പുളിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. അതേപോലെ ഇത് ചേർക്കാൻ നേരത്ത് മിക്സിൻ്റെ ജാറിലൊന്ന് ജസ്റ്റ് അടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. പുളിയുള്ള ഓറഞ്ചാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബദാം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10 ബദാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓറഞ്ച് ഖീർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ആരും ഇത് മിസ് ചെയ്യരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ശുഭദിനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.